ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ ആലുവയിലുള്ള ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്തത്. നൈറ്റ് ഞാൻ വന്ന ഉടനെ കിടന്നുറങ്ങി. ഞാൻ നൈറ്റ് തന്നെ വ്ളോഗൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ റെഡി ആയതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയൊക്കെ ചുറ്റി നടന്നൊന്ന് കാണാം. എന്നിട്ട് ഞാനിപ്പം ഫ്രണ്ട് ഓഫീസിലേക്ക് പോവാണ്. എൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവരെ കൊണ്ടാണ് പ്രിൻ്റ് എടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പോകുന്ന വഴി. നല്ല ഭംഗിയാണ്. നമ്മൾ കൊച്ചിയിൽ ഒന്നും പോലും തോന്നില്ല. അത് ഇന്നലെ രാത്രിയിലും മഴയും കൂടെ ഒക്കെ പെയ്തതുകൊണ്ട് ഭയങ്കര അടിപൊളി ക്ലൈമറ്റാണ്. പറഞ്ഞാൽ അവിടെ ഒരു വഴി, ഇവിടെ ഒരു വഴി, അവിടെ മെയിൻ ഗേറ്റ്, അങ്ങനെ കുറെ കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം. ഇവിടെ ഫുള്ള് ജാതി മരങ്ങളൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത്രയും നല്ല പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ടും രാവിലെ ചക്കോട്ടിയാണ്. ഇപ്പൊ 7:15. ഇവിടെ പിള്ളേരുടെ ഒരു പാർക്കുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാവേ. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പാർക്കുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴുള്ള വ്യൂ ആക്ച്വലി ഇതാണ്. അയ്യോ, മേ ബി ഐ ഷുഡ് കം അഗെയിൻ. പേരൻസിനെയൊക്കെ കൂട്ടിയിട്ട് വന്നാൽ നല്ലതായിരിക്കും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. എനിക്ക് എവിടെ പോലെ ഇങ്ങനെയാണ്. ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. പക്ഷെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും, 2 ഊഞ്ഞാല് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും വീട്ടിൽ നിന്ന് പപ്പായമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നു. ആ ഒരു ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. ഇതിൻ്റെ ബാക്ക് വശമാണ്. നമുക്ക് നടന്ന് ഫ്രണ്ട് ഓഫീസ് കണ്ടുപിടിക്കാം. പിന്നെ എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ആയിട്ടുള്ള മുടിപ്പുന്നൽ തന്നെയാണ് ഇന്നും എൻ്റെ ഹെയർ സ്റ്റൈൽ. വേഷം ഏതാണെങ്കിലും ഈ ഹെയർ സ്റ്റൈൽ എന്തോ ഒരു പെർമനന്റ് ഹെയർ സ്റ്റൈൽ പോയിട്ടായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇൻട്രസ്റ്റിലൊക്കെ നോക്കി നമുക്ക് വേറെ ഹെയർ സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ ഈ വഴിയല്ലേ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓഫീസ് മേ ബി ദേർ, അല്ലെങ്കിൽ ഇവിടെ ഈ വഴിയാന്ന് തോന്നുന്നു. രാത്രി ഈ വഴി വന്ന പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഭയങ്കര രസമുള്ള ഒരു വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നൈറ്റൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് അപ്പോൺ എ റിവർ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. അപ്പം നമ്മൾ നടന്നു വന്ന വഴി ഫ്രണ്ട് ഓഫീസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. നിങ്ങൾ മഴ പെയ്തപ്പോൾ നല്ല വ്യൂ ആയിരുന്നത്. ഇതാണ് ഫ്രണ്ട് ഓഫീസ്. ഞാൻ വന്ന വഴി ഞാൻ തന്നെ പെട്ടെന്ന് മറന്നു പോയിട്ട് കൺഫ്യൂഷനായിട്ട് കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ദാ നമുക്ക് പെർമിറ്റിൻ്റെ ഫോട്ടോസ് അവർ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എടുത്തു തന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് അവർ നമുക്ക് റൂമിൽ കൊണ്ടുതരും. അതേപോലെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. അതിൻ്റെ ആക്ച്വലി റൂമിലിരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉള്ള കളറില്ല ബോട്ട് ഐ പ്രിഫർ ടു ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്. അതിലെ രസം. എനിക്കാണെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോന്ന് പോലും ഫുഡ് വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ചൂടോടെ ഫ്രഷായിട്ട് കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. നമ്മൾ ഇവിടുന്ന് വെളിയിലേക്ക് വന്നു. ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ ഗൈസ്. ഞാൻ ഒരാളോട് പെട്ടെന്ന് റെഡിയാവുക എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. ഞാൻ ഇവിടുന്ന് റെഡിയായി ഫ്രണ്ട് ഓഫീസിൽ പോയി എൻ്റെ പേപ്പേഴ്സ് വാങ്ങിച്ചോണ്ട് വന്നിട്ടും ഇവിടെ നിൽക്കുകയാണ്. കോഫി മേടിച്ചോണ്ട് നിൽക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു വ്ളോഗർ. അകത്തിരിക്കാവോ അല്ല പുറത്തിരിക്കാന്നോ? അകത്തിരിക്കണോ അല്ല പുറത്തിരിക്കണോ? ഹായ്. ബ്രെഡ്
സീരിയൽ 4 ബോയിൽഡൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യത്തിന്റെ ഈ മസിലിന്റെ രഹസ്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കറി, മുട്ടക്കറിയാണ്. മുട്ടക്കറി, ഉഴുന്നുവട, ഫ്രൂട്ട്സ്, ജ്യൂസ്, സീരിയൽ, ബ്രെഡ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവാണ്. വട, ഇടിയപ്പം. പാലുകൊണ്ട് തരും കരയാതെ. ആ പാല് നിലത്തെല്ലാം വീഴിച്ച് ഇതെല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ ആകെയുള്ളത് 10 മിനിറ്റ്. നമുക്ക് 8:30 ക്യാബ് വരും. 8 മണിയാവും. ഞാൻ പിന്നെ എൻ്റെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, എനിക്ക് വലിയ പാടില്ല. സോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവസാനത്തെ പീസാണ് പൈനാപ്പിൾ കഴിക്കാൻ. പൈനാപ്പിൾ നമ്മുടെ പൂൾ ഏരിയ. ബട്ട് നമ്മളിവിടെ വളരെ കുറച്ച് സമയം മാത്രം നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ ക്യാബ് വരാൻ സമയമായതുകൊണ്ട് പൂള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് ടൈം കൊള്ളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവർക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു വീഡിയോ തന്നെ ചെയ്യാം ഇൻസ്റ്റയിൽ. ബിക്കോസ് അത്രയ്ക്ക് വർത്താണ്. ഞാൻ മൈക്കൊക്കെ എടുത്ത് ഞാൻ വേറൊരു കമ്മലാണ് ഇട്ടുന്നത്. എന്റെ എനിക്ക് അങ്ങനത്തെ ലോങ് ഇയറിംഗ്സ് ഒന്നും ഇഷ്ടം, അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ അത് എനിക്ക് അത്രയും സാധനം ഇഷ്ടമല്ല. എന്താണ്ട് ഒരു സാധനമായിരുന്നു നേരത്തെ ബിഫോർ ആഫ്റ്റർ കാണിക്കാൻ വല്ല വീഡിയോ ഇല്ല, ഒരു വഴിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചെവിക്കുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പ്രിക്കോഷന് വേണ്ടിയിട്ട് ഓൾറെഡി പബ്ലിക്കെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചെവിക്കുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സെറ്റായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എയർപോർട്ട് ചെക്കിംഗ് ഒക്കെ എനിക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ എന്തായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത ഔട്ട്ഫിറ്റ് ഇട്ട് എന്താടാ എൻ്റെ ഫോണിൻ്റെ ഞങ്ങൾ റെഡിയായി. ഇത്രയും നേരം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് 1% ചാർജ് ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആകെ എന്ത് ചെയ്യും എന്നായിപ്പോയി. പിന്നെ ഇപ്പോൾ ഫൈനലി കുറച്ച് ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഇപ്പോൾ ഞങ്ങൾ 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വണ്ടി വരും, നമ്മൾ മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് സൈറ്റ് സീയിങ്ങിന് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും കടയിൽ കാണിച്ച് എൻ്റെ ഫോൺ ശരിയാക്കണം. നിന്റെ ഫോൺ തന്നെ ശരിയാക്കണം. ഇന്നത്തെ കളച്ചളി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മളൊന്നും ചെയ്യാൻ പോണില്ല, സൈറ്റ് സീയിങ് കാണാൻ മാത്രം പോണം. എന്തായാലും ഇവളെ ഒരു സാധനം ഉള്ളത് ഇവളെ ഞാൻ കാണിക്കാം. ഇവളുടെ ലുക്ക് കണ്ടോ? ഇവൾക്ക് ആകെ ഉള്ളത് ഒരു കുഞ്ഞിക്കാ ഇത് മാത്രമാണ്. എന്നിട്ട് ഇവളുടെ സാധനം എല്ലാം എൻ്റെ ഈ ബാഗിനകത്താണ്. എൻ്റെ എല്ലാ സാധനവും ഇവളുടെ എല്ലാ അതെ ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഫോൺ അത് യൂസ് ചെയ്യാനും പേടിയാണ്, ചാർജ് ഇല്ലെങ്കിലും ഒന്ന്. അപ്പോൾ രാശി ഇപ്പം മേലേക്ക് പോയി തൊപ്പി എടുത്തിട്ട് ഞാൻ മുടി കെട്ടി വെച്ചു. കാറ്റത്ത് നട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറാകുമ്പോഴത്തേക്കും മുടി ചീത്ത ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂൾ പിള്ളേരൊക്കെ പിന്നിയിട്ടിരിക്കുന്നതാണ് പിന്നിയിട്ടിരിക്കുന്നത്. മറ്റേ ഓരോ വ്ളോഗേഴ്സൊക്കെ വ്ളോഗൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പിന്നിയിടത്തില്ല. ആ പിന്നീടതൊക്കെ കാണാൻ വേണ്ടി എന്ത് ഭംഗിയാണ്. പക്ഷെ ഞാൻ പിന്നിയിട്ടാൽ മാത്രം സ്കൂൾ പിള്ളേർ പിന്നിയിടുന്നല്ലോ പിന്നിലത്. റാഷിയുടെ ഒരു തൊപ്പി കിട്ടി. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു തൊപ്പി വാങ്ങിക്കണമായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് റാഷി അതെനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു. പിന്നെ ഇവിടെ തൊപ്പി വെച്ചെന്ന് എൻ്റെ മുടി കുറച്ച് കുഴപ്പിയിട്ടുണ്ട്. അതൊക്കെ ഞാനിനി ശരിയാക്കി എടുക്കണം. ഇവിടെ ആക്ച്വലി കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഒരു 10 ഞാൻ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കേൾക്കും. അങ്ങനെ 4 മണിയായിട്ട് ചായ ഇട്ടാതെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അടുത്തൊന്നും കടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും സ്നാക്സ് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞാനിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഇവിടുത്തെ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. എന്താ ഏട്ടാ? മിനറൽ വാട്ടർ ഒരെണ്ണം തണുത്തത്.
ആ ഇവിടുത്തെ കുറച്ച് സ്നാക്സ് വാങ്ങി. ഇത് ബീട്രൂട്ടിൻ്റെ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കുട്ടിയെ പരിചയപ്പെട്ട കുട്ടി സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇത് ഇവിടുത്തെ മുറുക്ക് നമ്മുടെ പപ്സിൻ്റെ പോലത്തെ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി ഫൈനലി വന്നു. കാണിക്കേ എന്താ കാണിക്കേ? എന്നെ കാണിക്കണോ? ആ എല്ലാരും ഹായ് പറഞ്ഞോ. ഹായ് കാണിച്ചോ, ഹായ് കാണിച്ചോ. എവിടെ 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 ഓരോരുത്തരായിട്ട് വന്നിട്ട് പതുക്കെ പരിചയപ്പെട്ട. ഇപ്പൊ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോവാണ്. ബാഗ് എടുത്തു. അപ്പൊ ഇപ്പൊ ഈ ഒരു വണ്ടിക്കകത്ത് ഞങ്ങള് 3, 4, 5 ഇത്രയും പേര് 7 പേര് ഈ വണ്ടിക്കകത്തുണ്ട്. ഫ്രണ്ടിലോട്ട് ഇനി ഒരു വണ്ടി കൂടെ വരാനുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ വഴിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. റാഷിയുടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ശരൺ ഫോട്ടോഗ്രാഫർ ജോലി തുടങ്ങിയിരിക്കുന്നു. ഈ മൂവിലൊക്കെ കാണുന്ന പോലെ കൈ വേണ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. ഇതിന്റെ പോർട്രേറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ പോർട്രേറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്? പിന്നെ അതെങ്ങനെ ഓണാവുന്നത് എനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായി. എടീ ഫോൺ അടിച്ചു പോയടാ. ഇത് വേറെ വാങ്ങിക്കണം. ഇതാണ് തക്കുടു. ഇവിടെ കാണിക്കൂ. ഇങ്ങോട്ട് വരും. തക്കുടുവിന്റെ അമ്മയെ കാണിക്കാം ഗൈസ്. തക്കുടുവിന്റെ അമ്മ എവിടെ? അതായത് തക്കുടുവിന്റെ അമ്മയെ എയർപോർട്ടിൽ വെച്ച് കണ്ട സമയത്ത് ഞാൻ ഓർത്തു തക്കുടുവിന്റെ മൂത്ത ചേച്ചിയും കൂടെ വന്നാണ്. കണ്ട നീ ഞെട്ടിയില്ലേ? ഇതാ പറഞ്ഞ കണ്ടാ മനസ്സിലാവില്ല. സന്തൂർ മമ്മി. കോളേജിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ ട്രിപ്പ് വന്നേക്കുന്നു. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എവിടാ പോയിരിക്കുന്നത്? നീ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിച്ചപ്പോ എവിടാ പോയ? ഷാനന്റെ വീട്ടിൽ പോട്ടെ. നമ്മളിപ്പോ ഇവിടുത്തെ ഒരു പാലം കേറിയിരിക്കുകയാണ്. വെള്ളം കണ്ടോ? വെള്ളം നീല കളർ വെള്ളം തന്നെ. ശരിക്കും നീല കളർ. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. എന്താ തരൂ. ഇതിനകത്ത് സാധനങ്ങൾ എല്ലാവരുടെയും ആണെങ്കിലും ബാഗ് ചുമക്കേണ്ടത് ഞാൻ തന്നെയാണ്. വേണ്ട. അതെ തക്കുടുവിന്റെ മമ്മി. അതെ ലെറ്റ്സ് ഗോ. അപ്പൊ അനാർക്കലി ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ബട്ട് അല്ല. നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടുന്ന് എന്തൊക്കെ നോക്കുന്നു. പക്ഷെ എന്താ നോക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ബാബാ പോയിട്ട് വരാം. നമ്മള് ഇതോ തേച്ചെടുത്താണ്. ഓ ഈ വെള്ളത്തിന്റെ കളർ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് പൂളിലെ വെള്ളത്തിന്റെ അതേ കളർ. അതെ നീ ചാടിക്കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങണം. ഒരു മീനെങ്കിലും നമ്മള് അഗട്ടിയിലെ അടുത്ത പാലം എത്തി. അടുത്ത സ്പോട്ടിലേക്ക് എത്തി. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഏതോ സ്ഥലത്തെത്തി. അതെ നമ്മൾ അഗട്ടി തന്നെയാണ്. അവിടുത്തെ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. കഴിഞ്ഞോ? ഇവിടുത്താണ് അനാർക്കലി സിനിമയിലെ സ്ഥലം. അനാർക്കലി ഷൂട്ട് ചെയ്തേന്ന്.
അതെ. ചാടി നോക്കട്ടെ. ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്. മണലാണ് അവിടെ പോയിട്ട് മറ്റേ കടൽ പാലം അല്ലേ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അത് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവളെന്താ ബിസിനസ് സത്യം പറ. എന്താടി ഇവിടെ നിർത്തുന്നില്ലേ? ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. എന്തുവാടേ ഇവിടെ നല്ല ലൈറ്റിംഗ് നല്ല ലൈറ്റിംഗ് പാവോ. ഗുഡ് ലൈറ്റിംഗ്. ഫോട്ടോ എടുക്കാവേ. എത്ര നേരമായി? രണ്ടും ആദ്യം ചായ എന്നിട്ട് അത് ബാക്കി നോക്കാം. വരും. നമ്മൾ ലക്ഷദ്വീപിലെ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഹലോ. നമുക്ക് നമ്മൾ ബീച്ചിൽ പോയി കുളിച്ച്. എന്ത് ബീച്ചായിരുന്നു നമ്മൾ പോയതാടാ? ബീച്ചിന്റെ പേരെന്തായിരുന്നു? നമ്മളിപ്പോൾ അഗാട്ടിയിലാണുള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള വെള്ളം. നമ്മൾ കടലിലിറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് കടലിലിറങ്ങി ഇങ്ങനെ കുളിക്കുന്നത്. നമ്മുടെ അവിടുത്തെ കടലിൽ ലൈക്ക് ഗാർഡൊക്കെ ഉണ്ടായിരിക്കില്ല. അതുപോലെ വെള്ളം കണ്ടല്ലോ നമുക്ക് തിരയൊക്കെ ആക്ച്വലി നല്ല ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്ര ഇറങ്ങാൻ തോന്നില്ല. പക്ഷേ ഇവിടുത്തെ വെള്ളം അടിപൊളിയാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പൂളിൽ ഇറങ്ങുന്ന പോലെ തോന്നും നമുക്ക്. അങ്ങനെ ഇറങ്ങി ഫുള്ള് കുളിച്ച് നനച്ച് എന്തായാലും നല്ല പരിപാടി. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മൾ വീട്ടിലിടുന്ന പോലത്തെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോൾ ഇപ്പോൾ 8:30 ഓൾറെഡി ആയി. 8:30 ഞങ്ങൾക്ക് ഇവിടെ ഡിന്നറുണ്ട്. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുളിച്ച് മുടിയൊന്നും ഉണക്കില്ല. കാരണം ഡ്രയർ കൊണ്ടുവന്നിട്ടില്ല. ആസ് യൂഷ്വൽ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നനഞ്ഞ മുടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ആദ്യം കഴിക്കണം. നല്ല വിശപ്പ്. എന്താ വിളിച്ചത്? ഉണ്ടല്ലേ ഈ വെട്ടാ തന്നെ. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കും. ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാളെ മുതലാണ് സത്യത്തിൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇവന്റിൽ ഇവിടുത്തെ നാടൻ ഒരു സംഭവം നമ്മൾ ഇൻക്ലൂഡ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ മറ്റേ ഈ കുച്ചിപ്പൊടി ഭരതനാട്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അതുപോലെ ഞങ്ങൾ ഇവിടെ ഒരു പരിചക്കളി കോലുമുട്ട് വിളക്കമുട്ട് എന്നുള്ള പരിപാടി പൂർവികരും നമ്മുടെ പഴംപൊരി അല്ലേ? തണുത്ത എന്തുകൊണ്ട് ചേട്ടാ? നൈറ്റില് ശരൺ പിടിച്ചതാണ്. ശരൺ ഇതിനെ രാത്രി തന്നെ കറിയാക്കും. രാത്രി നമ്മുടെ ഗ്രില്ലാണ് ഗ്രില്ല്. ഉപദ്രവിക്കല്ലടാ, ഒഴുക്കി വിടടാ. എടാ കാണിക്കടാ, ഷാട കാണിച്ചാടാ. ഓ പിടിക്കാൻ ആൾക്കാർ കൂടി. 2-3 പേരിൽ തുടങ്ങിയ ഞണ്ടുപിടുത്തം. ഇപ്പൊ സമയം രാത്രി 12:30.
ഇത് പക്ഷെ കാണാൻ പോലില്ല. സമയം രാത്രിയിൽ 12:30. എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത്? ഇവിടെ ലക്ഷദ്വീപിൽ ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് നാരങ്ങാവെള്ളം, ബോണ്ട എന്തൊക്കെയോ കഴിച്ചു. ഇവിടെ വേണ്ട ഇതെന്തോളി ആക്ച്വലി ഇന്ന് വലിയ കഴിക്കാനുള്ള മൂഡൊന്നുമില്ല. ഞാൻ കൊറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണു ഓഫായി പോയി. റാഷിയുടെ ഒരു ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മറ്റേ ബാറ്ററി വെച്ച് പാവ വെക്കുന്ന പോലാണ്. ബാറ്ററി ഓൺ ആണെങ്കിൽ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാറ്ററി ഓഫ് ആയാൽ പിന്നെ സൈലന്റ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ 3 പേരുടെ നടക്കാൻ വേണ്ടി പോവാണ്. പതിരാത്രിക്ക് നടക്കാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. പാതിരാത്രിക്ക് ഹൈഡ് ആൻഡ് സീക്ക് സൈക്കിൾ ചവിട്ടിപ്പോയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം തേരാപ്പാരൻ്റെ ഓടി കൂടെ നടക്കാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അവളെ കണ്ടുപിടിക്കുന്നവരെ ഈ വ്ളോഗ് അവസാനിക്കുന്നില്ല. ഹലോ ഗൈസ്, അങ്ങനെ ലക്ഷദ്വീപിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നാളെയാണ് നമ്മുടെ സ്നോർക്കിലിംഗ് അതേപോലെ ഫിഷിംഗ് പരിപാടികളെല്ലാം. അപ്പോൾ നാളെ ഒരു ഡിഫറെൻറ്റ് വ്ളോഗായിരിക്കും. ബിക്കോസ് ഇത് എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് നാളത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.